നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2023 നടത്തിയ CPO പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ 3 ചോദ്യപേപ്പറിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടാമത്തെ ചോദ്യപേപ്പറാണ്, പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന WCPO പരീക്ഷ എഴുതുന്ന ആൾക്കാരെ ഈ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചിരിക്കുക. എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ബന്ധപ്പെടാത്ത നേതാക്കന്മാർ സിദ്ധു, കാൻഹു എന്നിവരാണ്. ഇവർ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇവയൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആര്? ജഹാംഗീർ ആണ്. ജഹാംഗീർ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ജഹാംഗീർ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്തത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉൾപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. 8. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? മാഗ്മയിൽ കാണപ്പെടുന്നത് ഇവയെല്ലാം ആണ് ഉത്തരം. ഇവയെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ എന്നിവ മാഗ്മയിൽ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജമ്മു കാശ്മീർ. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത്? യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. പരുത്തി. ഗോൾഡൻ ഫൈബർ ചോദിച്ചാൽ ചണം. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം അല്ലെങ്കിൽ ഏഷ്യൻ ഗേഹം എന്നൊക്കെ ചോദിക്കാം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. LPG മാതൃകയാണ്. അപ്പോൾ ഉത്തരം എന്താ? ഇവയെല്ലാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷീരവികസനം. 2023 G7 ഉച്ചകോടിയുടെ വേദി. G7 ഉച്ചകോടിയുടെ വേദി ഹിരോഷിമയാണ്. ഹിരോഷിമ. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1975 സെപ്റ്റംബർ മാസം 9. 1975 സെപ്റ്റംബർ മാസം 9. KSSMന്റെ പൂർണ്ണരൂപം എന്താണ്?
കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് KSSM. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനം, തിരുവനന്തപുരം. കേരള സംസ്ഥാനം തണ്ണീർത്തട പദ്ധതി അതോറിറ്റി അല്ലെങ്കിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? 25/5/2015. 2015 മെയ് മാസം 25-നാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? 43-ാം വകുപ്പാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം, കുടിൽ വ്യവസായം. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ? മാർഗനിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെ വകുപ്പ്. ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ മാസം 26. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പൗരത്വം 5 മുതൽ 11 വരെ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്, പേറ്റന്റിനെ കുറിച്ചുള്ളത്. 73-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73-ാമത് ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തി രാജ്. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യ ജോലിക്ക് തുല്യ വേതനം 39D. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതാരാ? ഭരണഘടനാ ശില്പി BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ബീജസങ്കലനം നടക്കുന്നത് അണ്ഡവാഹിനിക്കുഴലിലാണ്. അണ്ഡവാഹിനിക്കുഴലിൽ. അടുത്ത ചോദ്യം ഡിലീറ്റഡ്. അടുത്തത്, മീനമാതാ രോഗം ഏതിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാതാ ഡിസീസ്. HG മലിനീകരണം, മെർക്കുറി മലിനീകരണം. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? മാംസ്യത്തിന്റെ കുറവ് മൂലമാണ് കോഷിയോർക്കർ. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. വിഡൽ അല്ലെങ്കിൽ വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന? അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ മാസം 21. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജിയുടെ വാല്യൂ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ്. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ തെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ് ശരി. പരമാവധി മൂല്യം വരുന്നത് ധ്രുവ പ്രദേശങ്ങളിൽ, ഭൂമധ്യരേഖയിൽ 0. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഇൻഫ്രാറെഡ് രശ്മികൾ. അടുത്ത ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രതാ ആരം എത്ര? വക്രതാ ആരം 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ. ഇതിന്റെ റിലേഷൻ എന്താ? F ഫോക്കസ് ദൂരം = വക്രതാ ആരം ഡിവൈഡഡ് ബൈ 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വക്രതാ ആരം 6 കണ്ടുപിടിക്കാനാണ്. 6 എങ്ങനെ കണ്ടുപിടിക്കും? 2F ആണ്. 2 × F. അപ്പോൾ Fന്റെ ഡബിൾ, F 15 ആണെങ്കിൽ അതിന്റെ ഡബിൾ 30 സെന്റിമീറ്റർ. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം പെൻബ്രൽ ചന്ദ്രഗ്രഹണം. പെൻബ്രൽ ചന്ദ്രഗ്രഹണം. അടുത്തത്, 3D ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ NLM എന്നിവയുടെ മൂല്യങ്ങൾ? n = 3, l = 2, m = -1. B, Al, Mg, K എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം എന്താണ്? K > Mg > Al > B. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് മനുഷ്യരക്തത്തിനാണ്. മനുഷ്യരക്തം.
താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഫീനോളും അനീലിനുമാണ്. ഫീനോളും അനീലിനും. ബെൻസീനും ടൊളുവീനും എൻ-ഹെക്സേനും എൻ-ഹെപ്റ്റേനും ബ്രോമോ ഈഥേനും ക്ലോറോ ഈഥേനും ഒക്കെ ആദർശ ലായനിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏത്? ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഹെർമൻ ഗുണ്ടർട്ട് എവിടുത്തെ അംഗമായിരുന്നു? BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായിരുന്നു. ഇവിടെ CMS എന്നാണ് കൊടുത്തിരിക്കുന്നത്, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം ആര്? നീരജ് ചോപ്ര. നീരജ് ചോപ്ര. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? എഴുത്തച്ഛൻ പുരസ്കാരം 2022 A. സേതുമാധവൻ, അതായത് സേതുവിന്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളാണ്. ആത്മാനുതാപം. ആത്മാനുതാപം ആരുടേതാ? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏത്? മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായത് ഹൈദരലിയുടെ ആക്രമണമാണ്. ഹൈദരലിയുടെ ആക്രമണം. അടുത്തത് മാക്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. അപ്പൊ അത് സ്കിപ്പ് ചെയ്തു. ഇംഗ്ലീഷ് നോക്കാം. Don't look down dash the poor. Don't look down dash the poor. ഉത്തരം upon. Don't look down upon the poor ആണ്. This is dash mountain in the area. Are you sure you can climb it? This is the steepest. The steepest. Superlative degree. Neither my friends nor the bookstore dash the book I need. ഹാസ് ആണ്. നൈദർ നോർ വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. നൈദർ നോറിന് ശേഷമുള്ള സബ്ജക്റ്റ് എടുക്കുക. ദ ബുക്ക് സ്റ്റോർ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ് ഹാസ്. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ഡാഷ് ആൻഡ് വെന്റ് ഓൺ ഡാഷ്. അപ്പൊ 2 ഡാഷ് ഫിൽ ചെയ്യാനുണ്ട്. ഹി റെഫ്യൂസ് ടു ലിസൺ ആൻഡ് വെന്റ് ഓൺ ഗ്രംബ്ലിംഗ് ആണ് ഉത്തരം. They showed her the easiest way to do it. The passive form of the sentence. ഈ സെന്റൻസിന്റെ പാസീവ് ഫോം കണ്ടെത്തുക. She was shown the easiest way to do it ആണ് ഉത്തരം. A dash of sailors. A crew of sailors. കളക്റ്റീവ് നൗൺ crew ആണ്. sailors-ന്റെ കളക്റ്റീവ് നൗൺ crew. Her iron will and dash commitment put her on the top. ഉത്തരം unflinching ആണ്. unflinching. If you are under a cloud, it means that. under a cloud എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് you are in trouble. you are in trouble. The expansion of NCLT. NCLT-യുടെ എക്സ്പാൻഷൻ എന്ത്? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. Pick out the correctly spelt word. correctly spelt word dirt ആണ്. DEARTH ആണ്. DEARTH. അടുത്ത മലയാളം ചോദ്യങ്ങൾ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അകത്തമ്മ ചമഞ്ഞു. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? വലിയ മേന്മ നടിക്കുക. വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുന്നവൻ, ഇതിന്റെ ഒറ്റപ്പദം എന്താണ്? അതിവാചാലനാണ്. അതിവാചാലൻ. വളരെയധികം അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അന്തസ്സാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അന്തസ്. 2 സായുണ്ട്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരത, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നശ്വരം. അനശ്വരം, നശ്വരം. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? നദിയുടെ പര്യായ പദം എപ്പോഴും ചോദിക്കാറുണ്ട്. പയോദമാണ്. പയോദം. പയോദം. ദ്വീപവതി, സ്രോതസ്, ധുനിയൊക്കെ നദിയുടെ പര്യായ പദങ്ങളാണ്. വാക് പ്ലസ് മയം ചേർത്തെഴുതിയാൽ എങ്ങനെയാ?
വാഗ്മയം. അപ്പൊ വാഗ്മയം പിരിച്ചെഴുതിയാൽ വാഗ് അധികം മയം. അടുത്ത ചോദ്യം, പലവുരു പിരിച്ചെഴുതുക. പലവുരു പിരിച്ചെഴുതിയാൽ പല അധികം ഉരു ആണ് പലവുരു. സംസ്കൃതത്തിലുള്ളത് മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? ദ്വിവചനമാണ്. ദ്വിവചനം മലയാളത്തിലില്ല, സംസ്കൃതത്തിലുണ്ട്. ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനം എന്നിവ മലയാളത്തിലുണ്ട്. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? PV ആൽബി ആണ്. PV ആൽബി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വാക്യശുദ്ധിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്നതാണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. അടുത്തത് CPO പരീക്ഷയ്ക്ക് ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? മന്ത്രിസഭാ തീരുമാനങ്ങളാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ. കൊക്കെയിൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ 1 വർഷം വരെ കഠിന തടവാണ് നൽകുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യം ആകുന്നത്? 67B വകുപ്പ് പ്രകാരം. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ 4 നടപടികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ നടപടികളാണ്? ഒന്നാമത്തെ നടപടി മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളത്. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? വാറണ്ട് കേസായിട്ട് പരിഗണിക്കാവുന്നത് 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളത്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ് ലഭിക്കാവുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? എത്ര ദിവസത്തിനുള്ളിൽ? 40 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? വകുപ്പ് 27A. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന 4-ാമത്തെ പ്രസ്താവന മാത്രമാണ്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ട് എന്നത്. അടുത്ത ചോദ്യം, ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ്? കവർച്ചയാണ്. കവർച്ച. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പു ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താ? 1 വർഷം വരെ തടവ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത് എല്ലാ സാഹചര്യത്തിലും. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷിയില്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി എന്നിവ ഈ സാഹചര്യങ്ങളിലൊക്കെ തെളിവായിട്ട് സ്വീകരിക്കാം. സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്ത്? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കാവുന്നത്. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന 2-ാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്.
സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും എന്നുള്ളത്. അടുത്ത ചോദ്യം, ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക അതിക്രമമാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതില് ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവനയാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. GK ഒക്കെ പൊതുവെ ഈസി ആയിരുന്നു. ഈ ചോദ്യപേപ്പർ നിങ്ങൾ എന്തായാലും ഒന്ന് എക്സാം ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയാൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ 2023 നടന്ന CPO പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അതുപോലെ CPO ഇപ്പൊ കഴിഞ്ഞ 2024 ഈ കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ CPO എക്സാമിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. WCPO പരീക്ഷയ്ക്ക് അതുകൂടി നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തിയേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.